ഏറ്റവും അധികം ഈ പറയുന്ന പിണറായി സർക്കാരിനോട് ജനങ്ങൾ വെറുത്തുപോയത് ഒരു കൃത്യമായ ഒരു DPR പോലും ഇല്ലാതെ, ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ ഇവര് പറയുന്നത് DPR ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ടോ ഉണ്ട്. അത് എന്ത് DPR ആണോ? DPR എങ്ങനെയാ തയ്യാറാക്കുക? നിങ്ങൾ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തെ ഒരു എന്താ പറയാ സ്ഥാപനത്തെ കൊണ്ട്, ഒരു ഫ്രഞ്ച് ബേസ്ഡ് ഇത്തരത്തിൽപ്പെട്ട ഒരു തട്ടിക്കൂട്ട് സ്ഥാപനത്തെ കൊണ്ട് നിങ്ങൾ ഒരു DPR ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എന്ത് DPR ആണത്? അങ്ങനെയാണോ DPR തയ്യാറാക്കുക? കേന്ദ്രത്തിന്റെ ഒരു പ്രാഥമിക അനുമതി വേണ്ടേ? അതുമില്ല. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ, ഒരു DPR ഇല്ലാതെ ഇവിടുത്തെ എല്ലാ എന്താ പറയാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ എന്താ പറയാ സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ 30 മീറ്റർ 20 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ ഒരു തിട്ട കെട്ടിയാൽ, മണ്ണിന്റെ ഒരു തിട്ട കെട്ടിയാൽ അതിന്റെ മുകളിലൂടെ ഇത്തരത്തിൽപ്പെട്ട ഒരു ഹൈസ്പീഡ് റെയിൽ ഓടിച്ചാൽ കേരളം 2 കഷ്ടങ്ങളായി വിഭജിക്കപ്പെടും. നമ്മൾ കണ്ടതല്ലേ, പ്രളയം വന്നിട്ട് കഴിഞ്ഞ പ്രളയത്തിലെ 500-ലേറെ പേരാണ് മരിച്ചത്. ഓരോ വർഷകാലത്തും ഇവിടെ പ്രളയം വരും. ആ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ല, സാമൂഹിക ആഘാത പഠനം നടത്തിയില്ല. അങ്ങനെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സാമൂഹിക ആഘാത പഠനം നടത്താതെ, കൃത്യമായ DPR ഇല്ലാതെ അടുക്കളയിൽ വരെ പോയി കണ്ട് മഞ്ഞക്കുറ്റിയിട്ടു അല്ലെ? അടുക്കളയിൽ അടുപ്പിന്റെ 3 കല്ല് വെച്ച അടുപ്പിന്റെ നടുവ് പോയി കണ്ട് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച, വീട്ടിന്റെ എന്താ പറയാ മതില് ചാടി കടന്നിട്ട് മുറ്റത്ത് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച നിർവികേട്, വൃത്തികേട്, തമ്മാടിത്തം, ഇതല്ലേ പിണറായി സർക്കാർ ചെയ്തത്? തോറ്റില്ലേ? തോൽവി തുടങ്ങിയത് എവിടെയാണ്? തൃക്കാക്കരയിൽ നിന്നാണ്. തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്താണ് ഇവിടെ ജനങ്ങൾ മുഴുവനും ആഞ്ഞു ചവിട്ടുകയായിരുന്നു. സമരം ചെയ്ത വീട്ടമ്മമാരെ മുഴുവൻ കയ്യും കാലും പിടിച്ച് വലിച്ചഴിച്ചു. കഴിഞ്ഞ ദിവസം ആ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഈ സമരരംഗത്തുണ്ടായ സ്ത്രീകൾ പറയുന്നുണ്ട്, അവരെ 30 മീറ്ററോളം വലിച്ചഴിച്ചു കൊണ്ടുപോയി, നാഭിക്ക് ചവിട്ടി, സ്ത്രീകൾ പുരുഷന്മാരെ ചവിട്ടി വീഴ്ത്തി. എന്തൊക്കെ കൊടുക്രൂരതകളായിരുന്നു ചെയ്തത്. എന്നിട്ട് അവസാനം ഈ സിൽവർ ലൈൻ നടക്കാൻ സാധ്യതയില്ല, ഈ ഇത്തരത്തിൽപ്പെട്ട ഒരു വേഗ ട്രെയിനിന് സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കി. എന്നാൽ ആ വിജ്ഞാപനം റദ്ദാക്കണ്ടേ? അതും റദ്ദാക്കിയില്ല. അതാണ് ഇപ്പൊ റദ്ദാക്കിയത്. ഈ പറയുന്ന മനുഷ്യന്മാര് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ ഭൂമി അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്നില്ല, മക്കളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല. ആകെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു എന്താ പറയാ ജീവിക്കാൻ ഗതിയില്ലാതെ ഉഴലുകയായിരുന്നു. അപ്പോഴാണ് VD സതീശൻ സർക്കാർ 2ാമത്തെ ദിവസം ചെയ്തത് ഈ മഞ്ഞക്കുറ്റി മുഴുവൻ പിഴുതെറിയാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പിന് നിർദ്ദേശം കൊടുത്തു, വിജ്ഞാപനം റദ്ദാക്കി. ഇതൊക്കെ കൊണ്ടാണ് തോറ്റത്. ഈ നെറികേട് മുഴുവൻ ചെയ്തത് ഈ കാരണഭൂതമാണ്. കാരണഭൂതം എന്ന് പറയുന്ന നെറികേടിന്റെ തെമ്മാടിത്തത്തിന്റെ പ്രതീകമായ കാരണഭൂതത്തിന്റെ ചിങ്കിടി പാടുന്ന ആൾക്കാർ, ഇവർ ചെയ്ത തോന്നിയവാസം. എന്നിട്ട് തോറ്റമ്പിട്ട് ഇപ്പോഴും പറയാണ് കാരണം ജനങ്ങൾക്ക് തെറ്റുപറ്റി. വർഗ ബഹുജന സമരങ്ങൾ എങ്ങനെയാണ് എന്താ പറയാ ആദർശങ്ങൾ പ്രസംഗിക്കുകയാണ് A വിജയരാഘവനും ബേബിയും അപ്പം ഗോവിന്ദന്റെ അപ്പം എന്താ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രോളർ ചെയ്ത്. ഈ ഗോവിന്ദൻ, MP ഗോവിന്ദൻ, അപ്പം ഗോവിന്ദൻ എന്നുള്ള പേര് വന്നത് ഈ കേരയിൽ സംവിധാനത്തിന്റെ ഇയാളുടെ പ്രസംഗം കൊണ്ടാണ്. ഗോവിന്ദൻ എന്താ പറഞ്ഞത്? മറ്റേ എവിടെയാണ് ഷൊർണൂരിന്ന് സ്ത്രീകള് കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് ഷൊർണൂരിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് ഈ ഇതിൽ കയറിയിട്ട് കേരളയിൽ കയറിയിട്ട് സിൽവർ ലൈൻ ട്രെയിനിൽ കയറിയിട്ട് ഇവർക്ക് കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് അപ്പം വിറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് വിറ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ പൈസ വാങ്ങിയിട്ട് അവർക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ ഓരോ 10 മിനിറ്റിലും 39 ട്രെയിൻ അങ്ങോട്ട് 39 ട്രെയിൻ ഇങ്ങോട്ട്, അങ്ങനെ അവിടുന്ന് ഈ അപ്പവും വിറ്റിട്ട് ചായയും കുടിച്ചിട്ട് അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്താം. 100 അപ്പം വിറ്റാൽ ഇവർക്ക് ഒരു 250-300 റുപ്യ ലാഭം കിട്ടും. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ 1400 റുപ്യ, ഇങ്ങോട്ടേക്ക് വരാൻ 1400 റുപ്യ, 2800 റുപ്യന്റെ ടിക്കറ്റ് കൊടുത്തിട്ട് 300 റുപ്യന്റെ അപ്പം വിൽക്കാൻ വേണ്ടി പോകുന്ന കഥ പറഞ്ഞ പൊട്ടന്മാരുടെ പൊട്ടനല്ലടോ ഗോവിന്ദ. സ്വന്തം മോൻ വരെ പറഞ്ഞത്രേ അച്ഛൻ കണ്ണാടി നോക്കാറില്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു കണ്ണാടി ഒക്കെ നോക്കാറുണ്ട്. ആ കണ്ണാടി മാത്രമല്ല, നിങ്ങൾ ടിവിയും കൂടി ഒന്ന് നോക്കിക്കാണ്ടി. നിങ്ങളെ പത്രസമ്മേളനം, നിങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൽ നിങ്ങളെ ഹാഹു ഹൂഹു എന്നുള്ള നിങ്ങളെ കോപ്പിരാട്ടിയും നിങ്ങൾ പത്രക്കാരോടുള്ള നിങ്ങളുടെ കുറച്ച് ആട്ടവും ഒക്കെ ഒന്ന് നോക്കിക്കാണ്ടി എന്ന് മോൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. വീട്ടില് മോനും ഭാര്യയും മോളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു
അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ജനങ്ങളായിട്ട് ഒരു ബന്ധമില്ലല്ലോ. കടക്ക് പുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്ക്. ഇപ്പൊ എല്ലാവരും പറയാണ് വീട്ടിൽ പോയി ചോദിക്ക്, മാറി നിൽക്ക്, കടക്ക് പുറത്ത് എന്താ അങ്ങോട്ട് തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ ഏതായാലും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം സഖാക്കളെ, നിങ്ങൾ ചർച്ചയൊന്നും നടത്തണ്ട. കഴിഞ്ഞ 3 ദിവസം വി.ഡി. സതീശൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത തെണ്ടിത്തരങ്ങൾ, നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരങ്ങൾ, നിങ്ങൾ ചെയ്ത നെറികേടുകൾ, നിങ്ങൾ ചെയ്ത ചറ്റത്തരം ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സതീശൻ സർക്കാർ അത് മുഴുവനും മാറ്റിയിരിക്കുന്നു. അതാണ് നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങളുടെ കാരണഭൂതത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും, നിങ്ങളുടെ ഗോവിന്ദന്റെ പൊട്ടത്തരവും ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് താഴെത്തട്ടിൽ നിന്ന്. നിങ്ങളുടെ സഖാക്കൾ തന്നെ വിളിച്ചു പറയാണ്. മാറണം എന്നാ പറയുന്നത്. ഗോവിന്ദൻ മാറണം, പിണറായി മാറണം. ഗോവിന്ദൻ പറയുന്നത് ഞാൻ മാറൂല, പിണറായിനെ മാറ്റൂല. പിന്നെ എന്ത് തെറ്റിരുത്തലാണ്? ഇപ്പൊ ഏറ്റവും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ പോകുമ്പോ ഇവർക്ക് എന്താ പറയാ, ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്. ഇവർക്ക് കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തകരാറ് മുഴുവൻ നിങ്ങൾക്കാണ്. തകരാറ് മുഴുവൻ ലോക്കൽ കമ്മിറ്റിക്ക്, ബ്രാഞ്ച് കമ്മിറ്റിക്കൊക്കെയാണ്. അതല്ലാതെ അതിന്റെ മേലോട്ടുള്ള കളി വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് താഴെ ലെവലിലേക്ക്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാണല്ലോ, എല്ലാവരും ഒരൊറ്റ ഇത് സെബാസ്റ്റ്യൻ പോൾ നേരത്തെ പറഞ്ഞാണെന്നേ, തോൽവിക്ക് കാരണം ഒരാൾ പിണറായി വിജയൻ. നാട് മുഴുവൻ ഇയാളുടെ തല, എന്റെ ഫുൾ ഫിഗർ. ഇയാളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. സ്വരാജ് പറഞ്ഞത് ഒരു ചെറിയ ശരിയുണ്ട് കേട്ടോ. സ്വരാജ് കഴിഞ്ഞ ദിവസം പറയുന്നത് ഒറ്റ ആളെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ പറഞ്ഞ വനിയും സ്വരാജും ഗോവിന്ദനും ബേബിയും ടി കെ രാമകൃഷ്ണനും ഇമ്മാതിരി ആൾക്കാർ മുഴുവനും ഉൾപ്പെടെ ആണ് കാരണഭൂതത്തെ കൊണ്ട് ഇമ്മാതിരി തോന്നിയാസം ചെയ്യരുത്. നിങ്ങൾ ചെയ്തത് തോന്നിയാസാണെന്ന് പറയാൻ ആരുണ്ടായില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടർ ടിവിയിൽ മൊട്ടാരും ഇതുവരെ പിണറായിന്റെ എല്ലാ തോന്നിയാസങ്ങളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്ന മൂപ്പരിപ്പം പറയാണല്ലോ, പിണറായി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒന്ന് തടയിടണമായിരുന്നു, നിയന്ത്രിക്കണമായിരുന്നു, ഇത് ശരിയല്ലാതെ പറയണമായിരുന്നു. ഈ പാർട്ടിക്കാര് ചെയ്തില്ല. ഇപ്പോഴാണ് മൂപ്പർക്ക് ബോധം വന്നത്. അപ്പൊ ഏതായാലും തെറ്റ് എന്താ തിരുത്തും, തിരിച്ചു വരും, തെറ്റ് തിരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. നടക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ മാതൃഭൂമി പറയുന്നു സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി, കുറ്റി തെറിച്ചു. മലയാള മനോരമ പറയുന്നു സിൽവർ ലൈൻ വേഗ പദ്ധതി റദ്ദാക്കി, കുറ്റി ഊരി. കേരളകൗമുദി പറയുന്നു സിൽവർ ലൈൻ വിജ്ഞാപനം റദ്ദാക്കി, കുറ്റി തെറിച്ചു. അങ്ങനെ നമ്മളെ പത്രം പറയുന്നു സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കും. എന്തൊരു സങ്കടത്തിലാണ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ഇതാകെ പ്രശ്നമാണ്. ഈ ആകെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചതായിരുന്നു കേരളയിൽ. അത് സതീശൻ വന്നതോടുകൂടി നിർത്തലാക്കി. ഇനി സതീശൻ വാട്ടർ മെട്രോ നിർത്തലാക്കും, മെട്രോ നിർത്തലാക്കും, നാഷണൽ ഹൈവേ നിർത്തലാക്കും, ഗ്യാസ് പൈപ്പ് ലൈൻ നിർത്തലാക്കും. അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സതീശൻ നിർത്തലാക്കാൻ പോകുകയാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇതാണ് പറഞ്ഞത്, ഇവര് നന്നാവില്ല. CPM-മാർ നന്നാവേണ്ട ഒരു ലക്ഷണമില്ല. ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ച, ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിയ വെറുപ്പിച്ച ഈ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയപ്പോഴാണ് പറയുന്നത് ഈ NH-66 ഇവൻ റദ്ദാക്കുന്നത്. എടോ ഇ പി ജയരാജ, ഈ NH-66 എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പരിപാടിയല്ല, അത് കേന്ദ്രത്തിന്റെയാണ്. ഗ്യാസ് പൈപ്പ് ലൈൻ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇതൊക്കെയാണ് സതീശൻ നിർത്തലാക്കാൻ പോവാണ്. ഈ തൽക്കാലത്തേക്ക് ഈ CPM-മാരെ കുറ്റം പറയുന്ന പരിപാടി നിർത്താൻ പോവുകയാണ്. കാരണം പറഞ്ഞിട്ട് നന്നാവാത്തവരെ കുറിച്ചിട്ട് എന്തിനാ പറയുന്നത്? നമ്മളെന്തിനാ വെറുതെ നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നതാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്. പറഞ്ഞ സാധനങ്ങൾ കഴുകിയാൽ നന്നാവാത്ത സാധനങ്ങളാണ്, എന്തിനാണ് അവരെ പറ്റി പറയുന്നത്? എന്തിനാ പറയുന്നത്? നന്നാവില്ല, എന്നെ തല്ലണ്ടമാവാ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മൾ തല്ലും, വടി ഒടിയുന്ന വരെ തല്ലും നിങ്ങളെ കേട്ടോ. വടി ഒടിഞ്ഞാലും കൈകൊണ്ടും തല്ലും. കാരണം നിങ്ങൾ നന്നാവേണ്ടതേ ഈ നാടിന്റെ ആവശ്യമാണ്. അത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നന്നാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. എന്തുകൊണ്ട് CPM തോറ്റു, എന്തുകൊണ്ട് LDF തോറ്റു എന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 10-12 ദിവസങ്ങളായി ജില്ലാ സെക്രട്ടേറിയറ്റുകൾ, ജില്ലാ സമിതികളൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിൽ വരുന്നു. പക്ഷേ CPM-ന്റെ ഉന്നത നേതാക്കൾ പറയുന്നത് ഇതൊന്നും ശരിയല്ല, പത്രത്തിൽ വരുന്നൊന്നും ശരിയല്ല. കാരണം ഒരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും ജില്ലാ കമ്മിറ്റികളിലെ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്
കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു ഈ പത്ര വാർത്തകളൊക്കെ തെറ്റാണ്. ശരി, പത്ര വാർത്തകളൊക്കെ തെറ്റാണ് അത്രേ. അതായത് CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച, സമിതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച, ഇനിതാ ഏരിയ കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റികളിൽ, ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ ഈ വരുന്ന 1-2 ആഴ്ച കൊണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടത്തും. അപ്പം ഇതിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത് എം വി ഗോവിന്ദനും ബേബിയും TP രാമകൃഷ്ണനും അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു തകരാറില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് തകരാറില്ല, പാർട്ടിയുടെ സിസ്റ്റത്തിന് തകരാറില്ല, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് തകരാറില്ല, കാരണഭൂതത്തിന് തകരാറേ ഇല്ല. പിന്നെ അവരെന്താ ചർച്ച നടത്തുന്നത്? അത് ജനങ്ങൾക്ക് തെറ്റുപറ്റി. അതാണ് ഇപ്പൊ ഇതുവരെ അവർ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. ജനങ്ങള്, അതായത് തേനും പാലും ഒഴുക്കിയ പിണറായി സർക്കാരിന് വോട്ട് കുത്തുന്നതിന് പകരം ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ജനങ്ങൾ UDF-ന് വോട്ട് എടുത്തു. അത്രേ ഉള്ളൂ. ഈ തെറ്റവർ തിരുത്തും. അടുത്ത ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കാരണഭൂതത്തിന് തന്നെ വോട്ട് ചെയ്യും. ഒരു സംശയമില്ല. കാരണം ജനങ്ങൾക്കല്ലേ തെറ്റുപറ്റിയത്. ഇതാണ് ഇവരുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വരുന്നത് കഴിഞ്ഞ 3 ദിവസത്തെ, അതായത് VD സതീശൻ സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ ദിവസം ചെയ്തത് ആശമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു. സതീശന്റെ ഒന്നാമത്തെ ഫസ്റ്റ് ഡേ ആശമാർക്ക് ഈ വർദ്ധിപ്പിച്ചത് ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചത്. LDF സർക്കാർ കഴിഞ്ഞ 5 വർഷം ഈ ആശമാര് 265 ദിവസം സമരം ചെയ്തിട്ടും കാർക്കിച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പിയിട്ട് ഞങ്ങളല്ല കൂട്ടേണ്ടത്, അത് കേന്ദ്രം കൂട്ടേണ്ടതാണ്, നിങ്ങൾ തൊഴിലാളികളല്ല എന്നൊക്കെ തൊടുന്യായം പറഞ്ഞിട്ട് അവസാനം ഈ തദ്ദേശ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നക്കാപ്പിച്ച പോലെ 1000, അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു 1000 എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് ആകെ പേർക്ക് കൂട്ടി കൊടുത്ത എത്രയാണ്? 2000 രൂപ. ആശാ വർക്കർമാർക്ക് 7000 എന്നുള്ളത് നേരത്തെ 7000 എന്നുള്ളത് 9000 രൂപയാക്കി. VD സതീശൻ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം തന്നെ 3000 രൂപയാണ് വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് ബാലഗോപാലൻ പറഞ്ഞത് അതുപോരാ. അതായത് ഇവർ 5 കൊല്ലത്തിന്റെ അവസാനം, അതായത് ഏറ്റവും വലിയ 5 കൊല്ലത്തിന്റെ തുടക്കത്തിലല്ല, ഈ 5 കൊല്ലം കഴിയാറാകുമ്പോ 1000 2000 കൂട്ടിക്കൊടുത്ത ടീം പറയാണ് VD സതീശൻ സർക്കാർ ആദ്യത്തെ ദിവസം 3000 രൂപ കൂട്ടിക്കൊടുത്തപ്പോ CPM-മാർക്ക് ഒന്നും സഹിക്കുന്നില്ല. അത് കൂട്ടിക്കൊടുത്തപ്പോരാ 21,000 എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യുടെ ചർച്ചയിലായിരുന്നു ഏറ്റവും രസകരമായ ഒരു വസ്തുത. അവിടുത്തെ ഒരു ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് അരുൺകുമാർ, മാധുവാണ് ചർച്ച നയിച്ചത്. അഡ്വക്കേറ്റ് അരുൺകുമാർ പറയാണ് VD സതീശൻ സമരപ്പന്തലിൽ ചെന്നിട്ട് ആശമാരോട് പറഞ്ഞു 21,000 രൂപ ഞാൻ തരും. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് 21,000 രൂപ തരും. അപ്പൊ മാധു ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ അരുൺകുമാറെ? പറഞ്ഞെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടാ അരുൺകുമാർ എന്തോ ഒരു വീഡിയോ ഒക്കെ കൊടുത്തു. അതിലെന്താ പറയുന്നത്? അതിൽ സതീശൻ പറയുന്നത്, സമരപ്പന്തലിൽ ചെന്നിട്ട് സതീശൻ പറഞ്ഞ കാര്യം ആശമാരോട് പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ ആദ്യത്തെ മന്ത്രിസഭ യോഗത്തിൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. പറഞ്ഞിട്ടുള്ളൂ. അല്ല നിങ്ങൾക്ക് 21,000 രൂപയാണ് തരുന്നല്ല പറഞ്ഞത്. ഇവർ ഉന്നയിച്ച, അതായത് സമരം ചെയ്യുമ്പോൾ തൊഴിലാളികൾ 21,000 രൂപയാണ് ഡിമാൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ നടത്തിയിട്ട് ഒരു സമവായത്തിലെത്തും. അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ. അല്ലാതെ സമരം ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് 21,000 രൂപ കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ 21,000 രൂപ പിറ്റേ ദിവസം കൂട്ടി കൊടുക്കോ? അങ്ങനെ ഇന്നേവരാരും കൂട്ടി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, VD സതീശൻ വളരെ കൃത്യമായി ഈ ആശമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ ഇപ്പോ ആദ്യത്തെ ദിവസം ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ 3000 രൂപ കൂട്ടി തരുന്നു. ഇനി ഇതിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കട്ടെ, വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾ ആവശ്യപ്പെടുന്നൊക്കെ കൂട്ടിത്തരാമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ സതീശൻ 21,000 രൂപ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ടില്ല. ഈ CPM-മാർക്ക് കള്ളത്തരേ പറയുള്ളൂ. നുണേശൻ എന്ന് പറയും. VD സതീശനെ നുണേശൻ എന്ന് വിളിക്കുന്ന ടീം പെരുങ്കള്ളം പറയുന്ന പച്ചക്കള്ളം നമ്മൾ എന്ത് തെളിവ് ഹാജരാക്കിയാലും അതൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് അനിൽകുമാറൊക്കെ ആ ചർച്ചയിൽ ഇങ്ങനെ മെഴുകുകയാണ് ഇങ്ങനെ, അല്ലേ? നമുക്ക് തന്നെ കരച്ചിൽ വരും. ഇയാളുടെ ഈ അവസ്ഥ കണ്ടാൽ കരച്ചിൽ വരും.
എന്നിട്ട് പറയണം അല്ലല്ല ഇയാള് 21 സതീശൻ 24,000 പറഞ്ഞു. അപ്പൊ മാധു വീണ്ടും പറഞ്ഞു 21,000 പറഞ്ഞിട്ടില്ല അരുൺകുമാറെ, ഇത് നിങ്ങളുടെ കാര്യം പരിഗണിക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒറ്റയടിക്കാണ് കൊടുക്കുക, ഘട്ടം ഘട്ടമായിട്ടല്ലേ കൊടുക്കുക. നിങ്ങൾ തന്നെ ഈ 2,000 കൂട്ടിയത് എങ്ങനെയാണ്? 2,000 ഒറ്റയടിക്കാണ് കൂട്ടിയത്. ആദ്യത്തെ മാസം ഈ അവസാനം 4.25 കൊല്ലം കഴിഞ്ഞപ്പോൾ 1,000 കൂട്ടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1,000 കൂട്ടി, അത്രല്ലേ കൂട്ടിയിട്ടുള്ളൂ. നിങ്ങൾ അധികാരത്തിലൊക്കെ എത്തിയിട്ട് 4.25 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കൂട്ടിയത്. സതീശൻ ആദ്യത്തെ ദിവസം തന്നെ 3,000 കൂട്ടിയപ്പോ അത് പറ്റില്ല എന്ന് പറയണോ? KN ബാലഗോപാൽ പറഞ്ഞ പോലെ ഇപ്പൊ ആശാവർക്കർമാര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പായസ വിതരണമാണ് കേട്ടോ. അതായത് സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് അവർക്ക് ഹാപ്പിയായി, അവര് 3,000 രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പി. അവർക്ക് അറിയാം, അവർ പറഞ്ഞു സതീശൻ ഈ വരുന്ന അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് വർധന തരാമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആശാവർക്കർമാരൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, VD സതീശൻ സർക്കാർ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളതിന് ഉത്തരങ്ങളാണ് ഇപ്പൊ സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ സമരമായിരുന്നു കേട്ടോ. സ്ത്രീകളുടെ സമരം അല്ലെ, നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ അമ്മമാരുടെ, അവരാണ് 265 ദിവസം, 1-2 അല്ല, 265 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കല് വെയിലും മഴയും കൊണ്ട് ഇവർ സമരം ചെയ്യാണ്. അപ്പോഴാണ് ഇവരെ അധിക്ഷേപിച്ചത്. സമരം ചെയ്യുമ്പോൾ KN ബാലഗോപാൽ എന്താ പറയാ അറിയോ? ഇത് ഞങ്ങളല്ല കൂട്ടിത്തരേണ്ടത്, ഞങ്ങളല്ല, സംസ്ഥാനമല്ല കൂട്ടിത്തരേണ്ടത്, ഇത് കേന്ദ്രമാണ് കൂട്ടിത്തരേണ്ടത് എന്ന് പറഞ്ഞ ടീമാണ് കേട്ടോ. ഓണറേറിയം കൂട്ടേണ്ടത് സംസ്ഥാനമാണെന്നേ. അതൊക്കെ അറിഞ്ഞിട്ടും പൊട്ടം കളിക്കുകയാണ്. ഞങ്ങളല്ല ആര്? കേന്ദ്രമാണ് കൂട്ടിത്തരേണ്ടത്. ഇപ്പൊ സതീശൻ 3,000 രൂപ കൂട്ടി കൊടുത്തപ്പോഴാണ് പറഞ്ഞത് അത് പോരാ 24,000 തന്നെ കൊടുക്കണം. ഇവനൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒന്നും ചെയ്ത് കഴുകിയാൽ നന്നാവാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. കഴുകിയാൽ നന്നാവാത്ത സാധനമാണ് ഇപ്പറഞ്ഞ ഈ അന്തംഗമികൾ മുഴുവനും. അപ്പൊ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൽ ഒന്നാമത്തെ ഉത്തരം, നിങ്ങൾ ആശാവർക്കർമാരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ വഞ്ചിച്ചു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റാങ്ക് ലിസ്റ്റുകൾ അല്ലെ, റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും നിയമിക്കാത്ത റാങ്ക് ലിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് VD സതീശൻ സർക്കാർ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. ഒരുപാട് യുവതികള് എത്രമാത്രം സന്തോഷത്തിലാണെന്നറിയോ? അവരൊരു ജീവിതകാലം മുഴുവൻ അവർ ആഗ്രഹിച്ചിരുന്ന സർക്കാർ ജോലി അവർക്ക് ഇതാ ആ ലിസ്റ്റ് ഒരു 6 മാസം കൂടി നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ യുവാക്കളുടെ ആവശ്യങ്ങൾ VD സതീശൻ സർക്കാർ അത് അംഗീകരിക്കുന്നു. സ്ത്രീകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, കുറ്റി തെറിപ്പിക്കൽ, സിൽവർ ലൈൻ പദ്ധതി. ഏറ്റവും അധികം ഈ പറയുന്ന പിണറായി സർക്കാരിനോട് ജനങ്ങൾ വെറുത്തുപോയത് ഒരു കൃത്യമായ ഒരു DPR പോലും ഇല്ലാതെ, ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ ഇവര് പറയുന്നത് DPR ഉണ്ട്. അതെന്ത് DPR ആണോ? DPR എങ്ങനെയാ തയ്യാറാക്കുക? നിങ്ങൾ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തെ ഒരു എന്താ പറയാ സ്ഥാപനത്തെ കൊണ്ട്, ഒരു ഫ്രഞ്ച് ബേസ്ഡ് ഇത്തരത്തിൽപ്പെട്ട ഒരു തട്ടിക്കൂട്ട് സ്ഥാപനത്തെ കൊണ്ട് നിങ്ങൾ ഒരു DPR ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എന്ത് DPR ആണത്? അങ്ങനെയാണോ DPR തയ്യാറാക്കുക? കേന്ദ്രത്തിന്റെ ഒരു പ്രാഥമിക അനുമതി വേണ്ടേ? അതുമില്ല. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ, ഒരു DPR ഇല്ലാതെ ഇവിടുത്തെ എല്ലാ എന്താ പറയാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ എന്താ പറയാ സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ 30 മീറ്റർ 20 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ ഒരു തിട്ട കെട്ടിയാൽ, മണ്ണിന്റെ ഒരു തിട്ട കെട്ടിയാൽ അതിന്റെ മുകളിലൂടെ ഇത്തരത്തിൽപ്പെട്ട ഒരു ഹൈസ്പീഡ് റെയിൽ ഓടിച്ചാൽ കേരളം 2 കഷ്ടങ്ങളായി വിഭജിക്കപ്പെടും. നമ്മൾ കണ്ടതല്ലേ, പ്രളയം വന്നിട്ട് കഴിഞ്ഞ പ്രളയത്തിലെ 500-ലേറെ പേരാണ് മരിച്ചത്. ഓരോ വർഷകാലത്തും ഇവിടെ പ്രളയം വരും. ആ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ല, സാമൂഹിക ആഘാത പഠനം നടത്തിയില്ല. അങ്ങനെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ, സാമൂഹിക ആഘാത പഠനം നടത്താതെ, കൃത്യമായ DPR ഇല്ലാതെ അടുക്കളയിൽ വരെ പോയി കണ്ട് മഞ്ഞക്കുറ്റി ഇട്ടു അല്ലെ? അടുക്കളയിൽ അടുപ്പിന്റെ 3 കല്ല് വെച്ച അടുപ്പിന്റെ നടുവ് പോയി കണ്ട് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച, വീട്ടിന്റെ എന്താ പറയാ മതില് ചാടി കടന്നിട്ട് മുറ്റത്ത് മഞ്ഞക്കുറ്റി സ്ഥാപിച്ച നിർവികേട്, വൃത്തികേട്, തമ്മാടിത്തം, ഇതല്ലേ പിണറായി സർക്കാർ ചെയ്തത്? തോറ്റില്ലേ? തോൽവി തുടങ്ങിയത് എവിടെയാണ്? തൃക്കാക്കരയിൽ നിന്നാണ്. തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്താണ് ഇവിടെ ജനങ്ങൾ മുഴുവനും ആഞ്ഞു ചവിട്ടുകയായിരുന്നു. സമരം ചെയ്ത വീട്ടമ്മമാരെ മുഴുവൻ കയ്യും കാലും പിടിച്ച് വലിച്ചഴിച്ചു. കഴിഞ്ഞ ദിവസം ആ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ഈ സമരരംഗത്തുണ്ടായ സ്ത്രീകൾ പറയുന്നുണ്ട്, അവരെ 30 മീറ്ററോളം വലിച്ചഴിച്ചു കൊണ്ടുപോയി, നാഭിക്ക് ചവിട്ടി, പുരുഷന്മാരെ ചവിട്ടി വീഴ്ത്തി. എന്തൊക്കെ കൊടുക്രൂരതകളായിരുന്നു ചെയ്തത്
എന്നിട്ട് അവസാനം ഈ സിൽവർ ലൈൻ നടക്കാൻ സാധ്യതയില്ല, ഈ ഇത്തരത്തിൽപ്പെട്ട ഒരു വേഗ ട്രെയിനിന് സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കി. എന്നാൽ ആ വിജ്ഞാപനം റദ്ദാക്കണ്ടേ? ആ വിജ്ഞാപനം റദ്ദാക്കണ്ടേ? അതും റദ്ദാക്കിയില്ല. അതാണ് ഇപ്പൊ റദ്ദാക്കിയത്. ഈ പറയുന്ന മനുഷ്യന്മാര് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ ഭൂമി അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്നില്ല, മക്കളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല. ആകെ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു എന്താ പറയാ, ജീവിക്കാൻ ഗതിയില്ലാതെ ഉഴലുകയായിരുന്നു. അപ്പോഴാണ് വി ഡി സതീശൻ സർക്കാർ രണ്ടാമത്തെ ദിവസം ചെയ്തത് ഈ മഞ്ഞക്കുറ്റി മുഴുവൻ പിഴുതെറിയാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പിന് നിർദ്ദേശം കൊടുത്തു, വിജ്ഞാപനം റദ്ദാക്കി. ഇതൊക്കെ കൊണ്ടാണ് തോറ്റത്. ഈ നെറികേട് മുഴുവൻ ചെയ്തത് ഈ കാരണഭൂതമാണ്. കാരണഭൂതം എന്ന് പറയുന്ന നെറികേടിന്റെ തെമ്മാടിത്തത്തിന്റെ പ്രതീകമായ കാരണഭൂതത്തിന്റെ ചിങ്കിടി പാടുന്ന ആൾക്കാർ ഇവർ ചെയ്ത തോന്നിയവാസം. എന്നിട്ട് തോറ്റമ്പിട്ട് ഇപ്പോഴും പറയാണ് കാരണം. ജനങ്ങൾക്ക് തെറ്റുപറ്റി. വർഗ ബഹുജന സമരങ്ങൾ എങ്ങനെയാണ് എന്താ പറയാ, ആദർശങ്ങൾ പ്രസംഗിക്കുകയാണ് എ വിജയരാഘവനും ബേബിയും അപ്പം ഗോവിന്ദന്റെ അപ്പം എന്താ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രോളർ ചെയ്ത്. ഈ ഗോവിന്ദൻ, എം പി ഗോവിന്ദൻ, അപ്പം ഗോവിന്ദൻ എന്നുള്ള പേര് വന്നത് ഈ കേരളയിൽ സംവിധാനത്തിന്റെ ഇയാളുടെ പ്രസംഗം കൊണ്ടാണ്. ഗോവിന്ദൻ എന്താ പറഞ്ഞത്? മറ്റേ എവിടെയാണ്, ഷൊർണൂരിന്ന് സ്ത്രീകള് കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് ഷൊർണൂരിന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് ഈ ഇതിൽ കയറിയിട്ട് കേരളയിൽ കയറിയിട്ട് സിൽവർ ലൈൻ ട്രെയിനിൽ കയറിയിട്ട് ഇവർക്ക് കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് അപ്പം വിൽക്കാം. അപ്പം വിറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൊണ്ട് വിൽക്കാം. 1 മണിക്കൂർ കൊണ്ട് വിറ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ പൈസ വാങ്ങിയിട്ട് അവർക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ ഓരോ 10 മിനിറ്റിലും 39 ട്രെയിൻ അങ്ങോട്ട്, 39 ട്രെയിൻ ഇങ്ങോട്ട്. അങ്ങനെ അവിടുന്ന് ഈ അപ്പവും വിറ്റിട്ട് ചായയും കുടിച്ചിട്ട് അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്താം. 100 അപ്പം വിറ്റാൽ ഇവർക്ക് ഒരു 250-300 റുപ്യ ലാഭം കിട്ടും. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ 1400 റുപ്യ, ഇങ്ങോട്ടേക്ക് വരാൻ 1400 റുപ്യ, 2800 റുപ്യന്റെ ടിക്കറ്റ് കൊടുത്തിട്ട് 300 റുപ്യന്റെ അപ്പം വിൽക്കാൻ വേണ്ടി പോകുന്ന കഥ പറഞ്ഞ പൊട്ടന്മാരുടെ പൊട്ടനല്ലടോ ഗോവിന്ദ. സ്വന്തം മോൻ വരെ പറഞ്ഞത്രേ അച്ഛൻ കണ്ണാടി നോക്കാറില്ലേ എന്നാ ചോദിച്ചത്. അപ്പം ഗോവിന്ദൻ പറഞ്ഞു കണ്ണാടി ഒക്കെ നോക്കാറുണ്ട്. ആ കണ്ണാടി മാത്രമല്ല, നിങ്ങൾ ടിവിയും കൂടി ഒന്ന് നോക്കിക്കാണ്ടി. നിങ്ങളെ പത്രസമ്മേളനം, നിങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൽ നിങ്ങളെ ഹാഹു ഹൂഹു എന്നുള്ള നിങ്ങളെ കോപ്പിയാട്ടിയും നിങ്ങൾ പത്രക്കാരോടുള്ള നിങ്ങളുടെ കുറച്ച് ആട്ടവും ഒക്കെ ഒന്ന് നോക്കിക്കാണ്ടി എന്ന് മോൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. വീട്ടില് മോനും ഭാര്യയും മോളൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാലോ. ജനങ്ങളായിട്ട് ഒരു ബന്ധമില്ലല്ലോ. കടക്കുപുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്ക്. ഇപ്പൊ എല്ലാവരും പറയാണ് വീട്ടിൽ പോയി ചോദിക്ക്, മാറി നിൽക്ക്, കടക്കുപുറത്ത് എന്താ അങ്ങോട്ട് തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ ഏതായാലും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം സഖാക്കളെ നിങ്ങൾ ചർച്ചയൊന്നും നടത്തണ്ട. കഴിഞ്ഞ 3 ദിവസം വി ഡി സതീശൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത തെണ്ടിത്തരങ്ങൾ, നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരങ്ങൾ, നിങ്ങൾ ചെയ്ത നെറികേടുകൾ, നിങ്ങൾ ചെയ്ത ചെറ്റത്തരം ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സതീശൻ സർക്കാർ അത് മുഴുവനും മാറ്റിയിരിക്കുന്നു. അതാണ് നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങളുടെ കാരണഭൂതത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും, നിങ്ങളുടെ ഗോവിന്ദന്റെ പൊട്ടത്തരവും ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് താഴെത്തട്ടിൽ നിന്ന്. നിങ്ങളുടെ സഖാക്കൾ തന്നെ വിളിച്ചു പറയാണ്. മാറണം എന്നാ പറയുന്നത്. ഗോവിന്ദൻ മാറണം, പിണറായി മാറണം. ഗോവിന്ദൻ പറയുന്നത് ഞാൻ മാറൂല, പിണറായിനെ മാറ്റൂല. പിന്നെ എന്ത് തെറ്റിരുത്തലാണ്? ഇപ്പൊ ഏറ്റവും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഇവർക്ക് എന്താ പറയാ, ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്. ഇവർക്ക് കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തകരാറ് മുഴുവൻ നിങ്ങൾക്കാണ്. തകരാറ് മുഴുവൻ ലോക്കൽ കമ്മിറ്റിക്ക്, ബ്രാഞ്ച് കമ്മിറ്റിക്കൊക്കെയാണ്. അതല്ലാതെ അതിന്റെ മേലോട്ടുള്ള കളി വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് താഴെ ലെവലിലേക്ക്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാണല്ലോ, എല്ലാവരും ഒരൊറ്റ ഇത് സെബാസ്റ്റ്യൻ പോൾ നേരത്തെ പറഞ്ഞാണെന്നേ. തോൽവിക്ക് കാരണം ഒരാൾ, പിണറായി വിജയൻ. നാട് മുഴുവൻ ഇയാളുടെ തല, എന്റെ ഫുൾ ഫിഗർ. ഇയാളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. സ്വരാജ് പറഞ്ഞത് ഒരു ചെറിയ ശരിയുണ്ട് കേട്ടോ. സ്വരാജ് കഴിഞ്ഞ ദിവസം പറയുന്നത് ഒറ്റ ആളെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ശരിയാണ്, ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ പറഞ്ഞ വനിയും സ്വരാജും ഗോവിന്ദനും ബേബിയും ടി കെ രാമകൃഷ്ണനും ഇമ്മാതിരി ആൾക്കാർ മുഴുവനും ഉൾപ്പെടെ ആണ് കാരണഭൂതത്തെ കൊണ്ട് ഇമ്മാതിരി തോന്നിയാസം ചെയ്യരുത്. നിങ്ങൾ ചെയ്തത് തോന്നിയാസാണെന്ന് പറയാൻ ആരുണ്ടായില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടർ ടിവിയിൽ
ഇതുവരെ പിണറായിന്റെ എല്ലാ തോന്നിയാസങ്ങളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്ന മൂപ്പരിപ്പം പറയാണല്ലോ, പിണറായി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒന്ന് തടയിടണമായിരുന്നു, നിയന്ത്രിക്കണമായിരുന്നു, ഇത് ശരിയല്ലാതെ പറയണമായിരുന്നു. ഈ പാർട്ടിക്കാര് ചെയ്തില്ല. ഇപ്പോഴാണ് മൂപ്പർക്ക് ബോധം വന്നത്. അപ്പൊ ഏതായാലും തെറ്റ് എന്താ തിരുത്തും, തിരിച്ചു വരും, തെറ്റ് തിരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. നടക്കട്ടെ, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ മാതൃഭൂമി പറയുന്നു സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി, കുറ്റി തെറിച്ചു. മലയാള മനോരമ പറയുന്നു സിൽവർ ലൈൻ വേഗ പദ്ധതി റദ്ദാക്കി, കുറ്റി ഊരി. കേരളകൗമുദി പറയുന്നു സിൽവർ ലൈൻ വിജ്ഞാപനം റദ്ദാക്കി, കുറ്റി തെറിച്ചു. അങ്ങനെ നമ്മളെ പത്രം പറയുന്നു സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കും. എന്തൊരു സങ്കടത്തിലാണ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് ഇതാകെ പ്രശ്നമാണ്. ഈ ആകെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചതായിരുന്നു കേരയിൽ. അത് സതീശൻ വന്നതോടുകൂടി നിർത്തലാക്കി. ഇനി സതീശൻ വാട്ടർ മെട്രോ നിർത്തലാക്കും, മെട്രോ നിർത്തലാക്കും, നാഷണൽ ഹൈവേ നിർത്തലാക്കും, ഗ്യാസ് പൈപ്പ് ലൈൻ നിർത്തലാക്കും. അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സതീശൻ നിർത്തലാക്കാൻ പോകുകയാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇതാണ് പറഞ്ഞത്, ഇവര് നന്നാവില്ല. CPM-മാർ നന്നാവേണ്ട ഒരു ലക്ഷണമില്ല. ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ച, ജനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തിയ വെറുപ്പിച്ച ഈ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയപ്പോഴാണ് പറയുന്നത് ഈ NH-66 ഇവൻ റദ്ദാക്കുന്നത്. എടോ ഇ പി ജയരാജ, ഈ NH-66 എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ പരിപാടിയല്ല, അത് കേന്ദ്രത്തിന്റെയാണ്. ഗ്യാസ് പൈപ്പ് ലൈൻ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇതൊക്കെയാണ് സതീശൻ നിർത്തലാക്കാൻ പോവാണ്. ഒന്നും പറയാനില്ല. ഈ തൽക്കാലത്തെ ഈ CPM-മാരെ കുറ്റം പറയുന്ന പരിപാടി നിർത്താൻ പോവുകയാണ്. കാരണം പറഞ്ഞിട്ട് നന്നാവാത്തവരെ കുറിച്ചിട്ട് എന്തിനാ പറയുന്നത്? നമ്മളെന്തിനാ വെറുതെ നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നതാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്. പറഞ്ഞ സാധനങ്ങൾ കഴിയാൻ നന്നാവാത്ത സാധനങ്ങളാണ്, എന്തിനാണ് അവരെ പറ്റി പറയുന്നത്? എന്തിനാ പറയുന്നത്? നന്നാവില്ല, എന്നെ തല്ലണ്ടമാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമ്മൾ തല്ലും. വട്ടി ഒടിയുന്ന വരെ തല്ലും നിങ്ങളെ കേട്ടോ. വട്ടി ഒടിഞ്ഞാലും കൈകൊണ്ടും തല്ലും. കാരണം നിങ്ങൾ നന്നാവേണ്ടതേ ഈ നാടിന്റെ ആവശ്യമാണ്. അത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നന്നാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.